ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഡോക്ടർ ശ്യാമയെ പരിശോധിച്ചിട്ട് സത്യാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ശ്യാമ നോർമൽ ആണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ശരിയല്ല, ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ശ്യാമ കള്ളം പറയുകയാണെന്ന്. സത്യാമ്മ ഉടനെ തന്നെ ശാരദാമ്മയെ വഴക്കു പറയാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എന്താണ് നടക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നു. സത്യാമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ശ്യാമ പ്രഗ്നന്റ് അല്ലല്ലോ എന്ന്. അത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആരാണ് പറഞ്ഞത് പ്രഗ്നന്റ് അല്ല എന്ന്? അവൾ നോർമൽ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ കുട്ടി പ്രഗ്നന്റ് തന്നെയാണെന്ന് പറയുന്നു. നോർമൽ ആണെന്ന് പറഞ്ഞത് ബിപിയും ഷുഗറും ഒക്കെ നോർമൽ ആണെന്നാണ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ലെന്നൊക്കെ പറയുന്നു. സുസ്മിത ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഈ ഡോക്ടർ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഡോക്ടർ മെഡിസിൻ ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൃത്യസമയത്ത് കൊടുക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ഡോക്ടർ അവിടെ നിന്നും പോകുന്നു. ശ്യാമ അവിടേക്ക് വരുന്നുണ്ട്. സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസമല്ല ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞത്, പിന്നെ എന്തിനാണ് വീണ്ടും ഒരു ചെക്കപ്പ് എന്നൊക്കെ. വിഷ്ണു അപ്പോൾ അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സുസ്മിതയുടെ വാക്ക് കേട്ടിട്ട് അമ്മ ഓരോ കാര്യങ്ങളും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട്. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, ഇവരെല്ലാവരും കൂടെ നാടകം കളിക്കുകയാണ്, ഇതിന്റെ എല്ലാം പിന്നിൽ ശാലിനിയാണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട്. വിഷ്ണു സുസ്മിതയെ അടിക്കുന്നു. ശാലിനിയും ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട്. സുസ്മിത സത്യാമ്മയോട് പരാതി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ എന്നെ അടിച്ചെന്നും പറഞ്ഞിട്ട്. അത് കേൾക്കുമ്പോൾ സത്യാമ്മയും അടിക്കുകയാണ് സുസ്മിതയെ. നീ കാരണമാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഡോക്ടറിനെ കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ പറയുന്നു. ശാരദാമ്മ പറയുന്നുണ്ട്, സത്യാമ്മയെ തെറ്റിദ്ധരിപ്പിച്ചത് ഈ സുസ്മിതയാണ്, ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോണമെന്നൊക്കെ പറയുന്നു. ശ്യാമ എപ്പോൾ ചോദിക്കുന്നുണ്ട്, ചൂലെടുത്തിട്ട് വരണമെന്നൊക്കെ. സുസ്മിത എപ്പോൾ പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നു. സുസ്മിത പോയതിനു ശേഷം സത്യാമ്മ ശാരദാമ്മയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്, എന്റെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ശ്യാമയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ശാലിനി അടുത്തേക്ക് വരുന്നുണ്ട്. എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നു. വിഷ്ണു സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും സത്യാമ്മ വിലക്കുന്നുണ്ട്. നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ പോയേക്കാം, ശാരദാമ്മ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് സത്യാമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നു. വിഷ്ണു ശാലിനിയെ തന്നെ നോക്കി നിൽക്കുന്നു. ശാലിനി വയറിൽ തൊട്ടുകൊണ്ട് കണ്ണീരോടെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം വിഷ്ണു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോകുന്നു. എല്ലാവരും പോയതിനു ശേഷം ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്തിനാണ് കള്ളം പറഞ്ഞത് ശ്യാമ പ്രഗ്നന്റ് ആണെന്ന്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഡോക്ടർ ഒരു കള്ളവും പറഞ്ഞില്ല, ഡോക്ടർ പരിശോധിച്ച പേഷ്യന്റ് പ്രഗ്നന്റ് ആയിരുന്നു എന്ന് പറയുന്നു. ശാലിനി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ശ്യാമയെ പരിശോധിക്കാനായി ഡോക്ടർ വരുമ്പോൾ ശ്യാമയല്ല പരിശോധിക്കാനായിട്ട് കിടക്കുന്നത്, ശാലിനിയാണ് അവിടെ കിടക്കുന്നത്. ഡോക്ടർ പരിശോധിക്കുന്നത് ശാലിനിയാണ്. അതിനുശേഷം ശാലിനിയെ കുറിച്ചാണ് ഡോക്ടർ വന്നിട്ട് എല്ലാവരോടും വന്ന് പറയുന്നത്. എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനായി ശാലിനി വെളിയിൽ പോയിട്ട് വരുന്നത് പോലെ വെളിയിൽ നിന്നും വന്ന് കയറുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. ശാരദാമ്മ എല്ലാം കേട്ടതിന് ശേഷം ശാലിനിയോട് പറയുന്നുണ്ട്, നീയാണ് എല്ലാവരെയും രക്ഷിച്ചതെന്നൊക്കെ. അതിനുശേഷം ശാലിനി ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് സുസ്മിത ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതെന്ന്. ശാരദാമ്മ അപ്പോൾ പറയുന്നുണ്ട്, സുസ്മിത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ വല്ലതും മനസ്സിലാക്കിയതായിരിക്കും എന്നൊക്കെ പറയുന്നു. ചിലപ്പോൾ ലേബർ റൂമിലെ നേഴ്സുമാർ ആരെങ്കിലും പറഞ്ഞതാണോ എന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഡോക്ടർ നമ്മുടെ കൂടെ നിന്നത് കൊണ്ട് മാത്രമല്ലേ ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ പറ്റുന്നതെന്നൊക്കെ പറയുന്നു. ശാലിനി അപ്പോൾ പറയുന്നുണ്ട്, ഇനി കൂടുതൽ സൂക്ഷിക്കണമെന്നൊക്കെ. വേറെ ആര് സത്യങ്ങൾ അറിഞ്ഞാലും പ്രശ്നമല്ലായിരുന്നു, പക്ഷെ സുസ്മിതയാണ് അറിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവൾ തെളിവുകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങുമെന്നൊക്കെ പറയുന്നു. ശാലിനി ശ്യാമയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, സുസ്മിത എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി വന്നാലും അത് നമ്മൾ ഉറപ്പായിട്ടും പ്രതിരോധിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനെ കൂട്ടുകാരൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എല്ലാം ശരിയാകുമെന്നൊക്കെ പറഞ്ഞിട്ട്. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട്, ഞാനും ശാലിനിയും തമ്മിൽ ഒരുപാട് ആത്മബന്ധമുണ്ട്, എന്നിട്ടും എന്തിനാണ് ഞങ്ങളോട് വിധി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, ഈ സിറ്റുവേഷനൊക്കെ മാറി വരുമെന്ന്. പിന്നീട് അടുത്ത ദിവസം ശാലിനിയും ശ്യാമയും ശാരദാമ്മയും ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ശാരിക അവിടെ കൂടി വരുന്നുണ്ട്. ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്നൊക്കെ. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്